نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു, ഔസീനി യാ റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് എനിക്കൊരു വസിയ്യത്ത് നൽകണം. വസിയ്യത്ത് നൽകണം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് സ്വർഗം കിട്ടണം, അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കണം, പടച്ചവന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയണം, ഈ ദുനിയാവിലും സന്തോഷം ഉണ്ടാകണം. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് മരിക്കണത് വരെ മുറുകെ പിടിക്കാൻ പറ്റുന്ന, അതുവഴി ഇഹലോകത്തും പരലോകത്തും ഗുണകരമാകുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരൂ എന്ന് പ്രവാചകനോട് സഹാബി വന്ന് ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയ മറുപടി ലാ തഗ്ളബ്, നീ കോപിക്കരുത് എന്നാണ്. അപ്പൊ അദ്ദേഹം വീണ്ടും ചോദിച്ചു നബിനോട്, നബിയെ എങ്കിലും ഒന്നുകൂടി പറഞ്ഞു തരൂ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പ്രകൃതം മനസ്സിലാക്കിയതുകൊണ്ട് പറഞ്ഞു ലാ തഗ്ളബ്, നീ കോപിക്കരുത്. അദ്ദേഹം 3 തവണ ചോദിച്ചപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പറഞ്ഞു. ഹദീസിൽ കാണുന്ന വാക്ക് ഫറദ്ദ മിറാറൻ, പ്രവാചകൻ അത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. സഹോദരങ്ങളെ, കോപം എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹ് ഉണ്ടാക്കിയൊരു കാര്യമാണല്ലോ. ഒരാൾ ചിരിക്കുക, ഒരാൾ സന്തോഷിക്കുക, ഒരാൾ ദുഃഖിക്കുക, അതേപോലൊരു കാര്യമാണല്ലോ ഒരാൾ കോപിക്കുക എന്നുള്ളത്. ലോകത്തെല്ലാ ജീവജാലങ്ങളും വിശിഷ്യ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അവൻ ഇഷ്ടമില്ലാത്തതും അവന് അസഹനീയമായതുമായൊരു കാര്യം ഉണ്ടായാൽ അവന് കോപിക്കുമല്ലോ. ചില സമയത്ത് കോപിക്കണമല്ലോ, അത് നമ്മൾക്കറിയണ കാര്യമാണല്ലോ. പിന്നെന്തുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കോപിക്കരുത് എന്ന് പറയാൻ കാരണം? രണ്ടും കൂടി ശരിയാവില്ലല്ലോ സൗങ്ങളെ. ഈ ഇരിക്കുന്ന അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ജീവിതത്തിൽ സാന്ദർഭികമായി അവശ്യഘട്ടങ്ങളിൽ കോപിക്കുന്നവരാണല്ലോ. അത് അള്ളാഹ് ഉണ്ടാക്കിയത് തന്നെയാണല്ലോ. ഇപ്പൊ ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകൾ അമ്പിയാക്കന്മാരാണ്. അതിൽപ്പെട്ടത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടവരിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൂരിസീനാ പർവ്വതത്തിൽ താഴെ വന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള താഴെ കണ്ട രംഗം കണ്ടപ്പോഴുള്ള വികാരത്തെ പറ്റി പറഞ്ഞെടുത്ത് വലമ്മാ റജഅ മൂസ ഇലാ ഖൗമിഹി ഖളബാന അസിഫൻ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കോപിഷ്ഠനും ദുഃഖിതനുമായി. ഖുർആന്റെ പ്രയോഗമാണ്. മൂസാ നബി കോപിഷ്ഠനായി എന്നാണ് ഖുർആൻ പറഞ്ഞത്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരത്തിലും മുഖത്തിലും കോപമുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകൻ മതപരമായൊരു കാര്യത്തിൽ തെറ്റ് സംഭവിച്ചപ്പോൾ, ആളുകൾക്ക് തെറ്റ് സംഭവിച്ചപ്പോൾ പ്രവാചകന് തിരുത്തി പറയുന്നൊരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തെ പറ്റി പറഞ്ഞെടുത്ത് സഹാബാക്കൾ പറഞ്ഞൊരു വാക്ക് ഫമാ റഅയ്തു അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾ കണ്ടിട്ടില്ല ഫീ മൗഇദത്ത് അശദ്ദു ഗളബൻ മിൻ യൗമഇദിൻ, അന്നത്തെ ദിവസം പ്രവാചകൻ കോപിച്ച അത്ര അതിശക്ത
ശക്തമായി പ്രവാചകൻ കോപം രേഖപ്പെടുത്തിയ മറ്റൊരു സന്ദർഭവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഒന്നുകൂടി നമ്മൾ ആലോചിക്കാൻ വേണ്ടി പറയാണ്, കോപിക്കുക എന്ന് പറഞ്ഞത് അള്ളാഹ് ഉണ്ടാക്കിയൊരു വികാരാണ്. ചില സമയത്ത് അത് ആവശ്യമാണ്. അമ്പിയാക്കന്മാർ കോപിച്ചവരായിരുന്നു ചില ഘട്ടങ്ങളിൽ എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരാണ്. പിന്നെന്തുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് എന്ന പോലെ നമ്മളോടുകൂടി പറഞ്ഞതാണ് ലാ തഗ്ളബ്, നിങ്ങൾ കോപിക്കരുത്? അതെന്താണ് സഹോദരങ്ങളെ? ആ കോപം എന്ന് പറഞ്ഞത് കോപം നമ്മെ അതിജയിക്കരുത്. ശരിക്കും നമ്മളത് മനസ്സിലാക്കണം കേട്ടോ. കോപം നമ്മെ അതിജയിക്കരുത്, കോപം നമ്മെ നിയന്ത്രിക്കുന്നതാകരുത്, കോപം നമ്മുടെ ബുദ്ധിയെ മറച്ചു കളയുന്നതാകരുത്, കോപം നമ്മെ തന്നെ ഇല്ലാതെയാക്കുന്നതാകരുത്. അങ്ങനെയുള്ള കോപം ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഉണ്ട് എങ്കിൽ അയാൾ തിരുത്തുക എന്നത് മതപരമായ ബാധ്യതയാണ്. ജീവിതത്തിൽ കോപം ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യ സ്വാഭാവികമാണ്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഗ്ളബ് എന്ന് പറഞ്ഞത് കോപിക്കരുത്, മരിക്കുന്നത് വരെ മുന്നിൽ അവനവന്റെ ജീവിതത്തിന് ഭീഷണി ഉണ്ടാകേണ്ട കാര്യം വന്നാലും മതത്തിനെതിരായൊരു കാര്യം വന്നാലും ഉണ്ടാതെക്കണം അല്ല. പിന്നെയോ കോപിക്കുന്നവൻ കോപത്തിന്റെ അടിമയാകരുത്. നമ്മളുടെ സ്വഭാവമായി കോപം നിലനിൽക്കണം. കോപത്തിന്റെ അടിമയായി കോപിക്കുമ്പോൾ നമ്മൾ നമ്മളെ മറന്ന്, കോപിക്കുമ്പോൾ നമ്മൾ പറയുന്നത് മറന്ന്, കോപിക്കുമ്പോൾ നമ്മൾ സ്ഥലകാലങ്ങൾ മറന്ന്, കോപിക്കുന്നതിന്റെ സമയത്ത് നിയന്ത്രണങ്ങളില്ലാതെ സംസാരിക്കുന്ന ഒരാൾ ആയി നമ്മൾ മാറാൻ പാടില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തു ആലിമ്രാനിൽ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കുന്ന ആളുകളെ പറ്റി പറഞ്ഞെടുത്ത് ഇങ്ങനൊരു പ്രയോഗം കാണാം. വല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ, സന്തോഷത്തിലും സന്താപത്തിലും അവർ ദാനധർമ്മം ചെയ്യും, സ്വതക്ക കൊടുക്കും. വഖാലിമീനൽ ഗൈർ, അവർ കോപം വരുമ്പോൾ, കോപം ഉണ്ടാവും, വരും, പക്ഷെ കോപം വരുമ്പോൾ അവർ അതിനെ സ്വന്തം കടിച്ചമർത്തുകയും നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്യും. ആവശ്യമുള്ളിടത്ത് സംസാരിക്കും, സംസാരിക്കുന്ന വ്യക്തിയെ നോക്കി സംസാരിക്കും, സാഹചര്യങ്ങൾ പരിഗണിക്കും. ആത്മസംയമനവും ആത്മനിയന്ത്രണവും നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും തൗഹീദ് കൊണ്ടും പള്ളി കൊണ്ടും മദ്രസ കൊണ്ടും ഖുത്ബ കൊണ്ടും അവിടെ മനസ്സിൽ അവരുണ്ടാക്കിയിട്ടുണ്ടാകും. ശക്തമായി നിൽക്കേണ്ടിടത്ത് അവർ ശക്തമായി നിൽക്കും. എന്നാൽ ചിലയിടങ്ങളിൽ മുതിർന്നവരെ ബഹുമാനിക്കണമല്ലോ എന്നതുകൊണ്ട് അവർ മിണ്ടാതിരിക്കും. സാവധാനം പറയേണ്ടിടത്ത് അവർ സാവധാനം പറയും. മക്കളോടാകുമ്പോൾ അങ്ങനെ പെരുമാറും. അഥവാ ഖാലിമീനൽ ഗൈർ, ജീവിതത്തിൽ ആത്മനിയന്ത്രണം പാലിക്കുകയും കോപത്തെ കടിച്ചമർത്തുകയും ഉൾക്കൊള്ളുകയും പ്രകടിപ്പിക്കേണ്ടിടത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യും. അല്ലാഹുവിന്റെ ഖുർആന്റെ വാക്ക് വൽ ആഫീന അനിന്നാസ്, ചില സമയത്ത് അവർക്ക് തിരിച്ചു പറയാൻ കഴിഞ്ഞാലും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും പരിഗണിച്ച് അവർ ആളുകൾക്ക് പുറത്തു കൊടുക്കും. അല്ലാഹുവിന്റെ വാക്ക് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അങ്ങനെയുള്ള നല്ല ആൾക്കാരെയാണ് പടച്ചോനിഷ്ടം, അവരാണ് സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർ എന്ന്. സഹോദരങ്ങളെ, ഇത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണെന്നറിയോ? അവനവന്റെ ജീവിതത്തിൽ നമ്മൾക്കെല്ലാവർക്കും കുടുംബജീവൻ നയിക്കുന്ന, അങ്ങാടിയിൽ കച്ചവടം നടത്തുന്ന, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, ബാപ്പയായി അങ്ങാടിയിൽ വീട്ടിൽ ഉമ്മയായി മരുമക്കളായി ഒക്കെ ജീവിക്കുന്ന നമ്മക്കിടയിൽ ഒരുപാട് അനുഭവം ഉണ്ടാവും. ആ അനുഭവങ്ങളിലൊക്കെ സന്തോഷവും സന്താപവും തന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരൊറ്റ കാര്യത്തെ നമുക്ക് ഉറപ്പുണ്ടാകണം. എന്താന്ന് പറഞ്ഞാൽ ദേഷ്യം വന്നാൽ ദേഷ്യം എന്റെ അടിമയായി നിൽക്കണം. ദേഷ്യത്തിന്റെ അടിമയായി ഒരു മുഅ്മിന് മാറാനേ പാടില്ല. പ്രവാചകന്റെ ഒരു പ്രഖ്യാപനമുണ്ട്, ഒരു വാക്കുണ്ട്. എന്തുകൊണ്ടത് പറയാൻ കാരണം അറിയോ? പ്രവാചകൻ പറഞ്ഞ വാക്ക് ഇന്നൽ ഗളബ മിനശ് ശൈത്വാൻ. ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്ന കോപമുണ്ടല്ലോ, അറ്റമില്ലാത്ത കോപമുണ്ടല്ലോ, നമ്മളെ മറന്ന് വർത്താനം പറഞ്ഞ കോപമുണ്ടല്ലോ, അത് ശൈത്താന്റെ കന്ന് കിട്ടുന്നതാണ്. വാചകം മറക്കരുത്. മിനശ് ശൈത്വാൻ, ശൈത്താന്റെ കന്ന് വരുന്നതാണത്. ശൈത്താൻ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അതുമ്മ തന്നെ നമ്മളെ നിലനിർത്താൻ. ന്യായം പറഞ്ഞാണ് അത് വാപ്പ വഴി കിട്ടിയതാണ്, ഉമ്മ വഴി കിട്ടിയതാണ്, അത് ആ രോഗം കഴിഞ്ഞ ശേഷം വന്നതാണ്, അത് പാരമ്പര്യമായിട്ടും എന്റെ എളാപ്പാക്കും മൂത്താപ്പാക്കും ഉണ്ടായതാണ്, അത് ഉമ്മാന്റെ ഒക്കെ കിട്ടുക. ഇത് ശൈത്താന്റെ പണിയാണ്. കാരണം എങ്കിലേ ആ തെറ്റിൽ നിലനിൽക്കുള്ളൂ. അപ്പൊ എന്റെ മനസ്സിലിങ്ങനെ തോന്നും, അത് കുഴപ്പമില്ലടാ, അത് ഷുഗർ പാരമ്പര്യമായിട്ട് കിട്ടിയില്ലേ, കൊളസ്ട്രോൾ പാരമ്പര്യമായിട്ട് കിട്ടിയില്ലേ, അറ്റാക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയില്ലേ, ഉയരവും കളറും പാരമ്പര്യമായിട്ട് കിട്ടിയില്ലേ, അതേമാതിരി കിട്ടിയത് തന്നെയാണ് ഇതും, ഇതൊന്നും മാറ്റാൻ പറ്റൂല എന്ന് ശൈത്താൻ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും. അപ്പൊ അവിടെ തന്നെ നമ്മൾ നിൽക്കും. പ്രവാചകന്റെ വാക്കാൻ ഇന്നൽ ഗളബ മിനശ് ശൈത്വാൻ,
ശൈത്താനാണ് അതിരില്ലാത്ത കോപം നമ്മളിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയാൽ കോപം വന്നാൽ, വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ, യജ്മഉ ബാക്കി എല്ലാ തിന്മകളും, ശൈത്താൻ ഉദ്ദേശിക്കുന്ന നരകത്തിലേക്ക് നമ്മളെയാക്കുന്ന മുഴുവൻ തെറ്റും അതിന്റെ പിന്നാലെ വരും. നിങ്ങൾ ആലോചിക്കും, നമ്മൾ വെച്ചത് ആലോചിക്കാൻ, നമ്മളുടെ ദേഷ്യപ്പെട്ട് നമ്മുടെ നിയന്ത്രണത്തിന് പോണ ദേഷ്യം നമുക്കുണ്ടെങ്കിൽ അയാളുടെ സംസാരത്തിൽ തെറി വരൂലേ? വരും. അശ്ലീലത വരൂലേ? വരും. ഗീബത്ത് വരൂലേ? നമീമത്ത് വരൂലേ? പ്രതികാരം വരൂലേ? കോളറിന് പിടിക്കൂലേ? അടിക്കൂലേ? കൊല്ലൂലേ? തെറി പറയില്ലേ? കബറ് കിടക്കണ മനുഷ്യനെ വരെ 50 കൊല്ലം മുന്നേ മരിച്ച ആളെ വരെ കബറിന്ന് എടുത്തിട്ട് പുറത്തേക്ക് എടുത്തിട്ട് തിന്നണ പോലെ തോന്നിയാസം പറയില്ല, അങ്ങാടിയിലിട്ടിട്ട് ഒക്കെ പറയും. 5 മിനിറ്റ് കൊണ്ട് ഇതൊക്കെ തീരും. എന്തൊക്കെ വന്നു? തെറി വന്നു, അസഭ്യങ്ങൾ വന്നു, കുത്തുവാക്കുകൾ വന്നു, ഗീബത്ത് വന്നു, നമീമത്ത് വന്നു, കൊലപാതകത്തിന്റെ പ്ലാൻ വന്നു, വെല്ലുവിളി വന്നു, ശാരീരികമായ ഉപദ്രവം വന്നു, കബറിൽ കിടക്കണോനെ വരെ ചീത്ത പറയിൽ വന്നു. എത്ര തെറ്റാണ്! 5 മിനിറ്റിനുള്ളിൽ മിനൽ കബായിരി, വൻപാപത്തിൽപ്പെട്ടതാണ്. മൻസത്തമ വാലിദൈഹി, ഒരാൾ മറ്റൊരാളെ ബാപ്പാനിമ്മാനി ചീത്ത വിളിക്കുക, അയാൾ സ്വന്തം ബാപ്പാനിമ്മാനി ചീത്ത വിളിച്ചതുപോലെ വൻപാപമാണ് എന്നെണ്ണിയതടക്കം 10ഓ 15ഓ തെറ്റ് 5 മിനിറ്റിൽ ഒന്നിച്ച് സംഭവിക്കും. അതാ നബിന്റെ വാക്ക്. അതാ സഹാബാക്കൾ പറഞ്ഞ് യജ്മഉ ശർറു കുല്ലു. അമിതമായ കോപം നമ്മൾ ഈമാൻ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാതെ ഇതൊക്കെ എന്റെക്കെന്ന് വന്നു പോണത്, അങ്ങനെ പോകുന്നതാണ്, മരിക്കുന്നത് വരെ അങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ചാൽ സഹോദരങ്ങളെ, ഇബാദത്തുകൾ കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും പൊരുത്തപ്പെടിപ്പിക്കാൻ കഴിയാതെ തകർന്നു പോകുന്ന സ്വഭാവമായിട്ട് മാറും. കാരണം കണ്ടമാനം കുറ്റം ഉണ്ടാവും. ഞാൻ എന്നടക്കം ഉദ്ദേശിച്ചുകൊണ്ടാ പറഞ്ഞത്, കണ്ടമാനം കുറ്റം. നമ്മുടെ കൺട്രോളിൽ പെടാത്ത ജീവിതം നമ്മളിൽ വന്നു ചേരും. ഇത് നിങ്ങൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ട ചില കാര്യം എന്താ അറിയോ? നമ്മുടെ സ്വഭാവം അങ്ങനെയാകുമ്പോ എത്രയോ കുടുംബങ്ങളുണ്ട് ഇവിടെ തെറ്റി നിൽക്കണ്. എത്രയോ കുടുംബം നമ്മുടെ മനസ്സിൽ സങ്കടാണ്. 50-60 കൊല്ലം ബാപ്പാരും വല്യാപ്പാരും ഒരുമിച്ച് ജീവിച്ച കുടുംബം തെറ്റി. എന്തായിരുന്നു നിങ്ങളെ? 1.5 മിനിറ്റിന്റെ വർത്താനാണ്. എത്ര ചങ്ങാതിമാർ ഇന്ന് ശത്രുക്കളായിട്ട് ജീവിക്കുന്നറിയോ? ഏതോ ഒരു സമയത്ത് അവരുടെ ജീവിതത്തിൽ അതിലേതെങ്കിലും ഒരാൾ പറഞ്ഞ ദേഷ്യം വന്നു പറഞ്ഞ വാക്കാണ്. എത്രയോ കുടുംബക്കാർ, നാട്ടുകാർ, പ്രസ്ഥാന പ്രവർത്തകർ, പള്ളിയിൽ വരുന്നവർ, ഇതര പ്രസ്ഥാന പ്രവർത്തകർ, മിണ്ടാത്തത്, സലാം പറയാത്തത്, കല്യാണത്തിന് ക്ഷണിക്കാത്തത്, മുഖത്തോട് മുഖം ചോക്കാത്തത്, ഏതോ ഒരു സമയത്ത് നമ്മളിൽ നിന്ന് വന്ന അനിയന്ത്രിതമായ കോപാണ്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്തൊക്കെ പറയോ നിങ്ങളെ? 30 കൊല്ലം ഒന്നിച്ച് ജീവിച്ചുകൊണ്ട് പറയും വളപ്പക്ക് ചവിട്ടണ്ടാൻ, ഒറ്റ വാക്ക് മതി 15 കൊല്ലം മരിക്കും വരെ ഉണ്ടാക്കാൻ. അതെങ്ങനെ നമ്മളെ നാവുന്നു വരുന്നത്? നമ്മുടെ മുന്നിൽ ഒരു മുഖ്യമന്ത്രി നിൽക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയോട് നമ്മൾ ദേഷ്യം വന്നാൽ തെറി പറയില്ലല്ലോ നിങ്ങളെ. നാവ് അർത്ഥ പോലും തെറി പറയില്ലല്ലോ. എന്തെവിടെ പറയണത്? നമ്മളെ നിയന്ത്രിക്കാൻ കഴിയുന്ന സന്ദർഭമുണ്ട്. നൊണ പറയാൻ നമ്മളെ കൊണ്ട് കഴിയും. നമ്മളെ ഇങ്ങോട്ട് ഉപദ്രവിക്കാനും നമ്മളെക്കാളും മേലാളന്മാരുടെ മുന്നിൽ നമ്മളെ നാവ് താഴ്ത്തി നിൽക്കുന്നുണ്ടല്ലോ. ഇവിടെ എന്താ അറിയോ? നമ്മളെ തന്നെ പറഞ്ഞു ബോധിപ്പിച്ചതാണ്. അത് ശൈത്താൻ ഉണ്ടാക്കിയതാണ്. നമ്മളെ കൊണ്ട് കഴിയും സഹോദരങ്ങളെ. ഇൻഷാ അല്ലാഹ് അവസാനം പറയാം എന്താണ്. എത്ര കുടുംബങ്ങള് വളപ്പക്ക് ചവിട്ടണ്ട, അന്റെ കഴുത്ത് ഞാൻ അറുക്കും. ചിലരൊക്കെ എത്ര ഒന്നിച്ച് യാത്ര പോയവർ, ചങ്ങാതിമാരായി ഭക്ഷണം കഴിച്ചവർ, ഒന്നിച്ച് പള്ളിയിൽ വന്നവർ, പെരുന്നാക്ക് ഡ്രസ് എടുക്കാൻ വരെ കുടുംബമായിട്ട് ഒന്നിച്ചു പോകുന്നവർ, ദേശം വന്നപ്പോ എന്റെ ബാപ്പാക്കും ഉമ്മാക്കും തെറി കൂട്ടി വിളിച്ചു. കഴിഞ്ഞു. 1 മിനിറ്റിന്റെ ദേഷ്യാണ്. ജീവിതം നഷ്ടമാകും, ബന്ധം നഷ്ടമാകും, കുടുംബം നഷ്ടാകും. ഇന്നും മനസ്സൊന്നു പോകാത്ത രംഗുണ്ട്. ബാപ്പാക്ക് 3 കുട്ടികളാണ്, ഒരു പെൺകുട്ടി. അനിയനും ചേട്ടന് 20 ചില്ലാൻ വയസ്സാണ്. അനിയന് ഏകദേശം ഒരു 2 കൊല്ലത്തെ വ്യത്യാസമുള്ളൂ. ചങ്ങായിമാരാ സംഘങ്ങളെ, നല്ല കൂട്ടുകാരെ പോലുള്ള ചേട്ടനും അനിയനും. TV വെക്കിനോടത്തൊരു തർക്കമുണ്ടായി. ഏത് പെരയിലുണ്ടാണ പോലെയാണ്. TV വെക്കിനോട് തർക്കമുണ്ടായി. ചേട്ടൻ അഞ്ജനെ പോയിട്ട് തള്ളീന്റെ ദേഷ്യത്തിൽ അഞ്ജൻ അടുക്കളയിൽ നിന്ന് പോയിട്ട് വടിയെടുത്ത് ഒരൊറ്റ അടിമർമ്മത്ത് കൊണ്ടു. ബ്ലഡാണ് വന്നു. സ്വന്തം അനിയന്റെ മുന്നിന്ന് ജേട്ടൻ പെടഞ്ഞാണ് മരിച്ചു. ഉമ്മ വന്നു, കരഞ്ഞു. വാപ്പ പണിസ്ഥലത്തുനിന്ന് വന്നു. സഹോദരങ്ങളെ, മനസ്സിന്ന് മായാത്ത രംഗം തരും. പോലീസ് പ്രൊട്ടക്ഷനിൽ സ്വന്തം ജേട്ടന്റെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുമ്പം
പോലീസ് ചുറ്റും നിൽക്കാൻ. കാരണം അനുവാദം ചോദിച്ചിട്ട് മയ്യത്ത് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ. സ്വന്തം ചേട്ടനെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പം അവനവന്റെ കൈകൾ കൊണ്ട് അടികൊണ്ട് മരിച്ചതാണല്ലോ എന്ന ദുഃഖം കൊണ്ട് കരഞ്ഞ് അവസാനത്തെ പിടി മണ്ണുമിട്ട് പോലീസുകാരുടെ കൂടെ ജയിലിലേക്ക് പോകുന്ന ഒരു മകൻ, ഒരു അനിയൻ, സഹോദരങ്ങളെ മറക്കോ ജീവിതത്തിൽ ഇനി തിരിച്ചു വന്നു കിട്ടുമോ? ഒരൊറ്റ മിനിറ്റാണ്. നമുക്ക് ന്യായം ഉണ്ടാവും, എനിക്ക് ന്യായം ഉണ്ടാവും. ബാപ്പിയും വല്യാപ്പി അങ്ങനെ ഇനി എന്റെ സന്ദർഭം അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ ഒക്കെയാണ്. നബി എത്തീമായിട്ടാ വളർന്നത്, നബി മക്കത്താ വളർന്നത്, നബി അബൂജഹലിന്റെ നാട്ടിലാ വളർന്നത്, നബി ഖുറാഫയുടെ നാട്ടിലാ വളർന്നത്. അവിടുന്ന് നബി ഉണ്ടായത്. അതെന്തിനാ നമുക്ക് അങ്ങനെ ഒരു നബിനെ കാണിച്ചെന്ന്? നമുക്ക് മാറാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ്. കിസ്റ കൈസർ കൊട്ടാരത്തിനല്ല മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായത്. എന്തേ നബിനെ മക്കത്തുണ്ടാക്കി? ജാഹിലിയ കാലഘട്ടത്ത്, അച്ചറില്ലാത്ത കാലഘട്ടത്ത്, പെണ്ണുപിടിയന്മാരുടെ നാട്ടില്, കള്ളുകുടിയന്മാരുടെ നാട്ടില്, തോന്നിവാസിയുടെ നാട്ടില് മുത്തുനബിനെ അള്ളെന്താ ഉണ്ടാക്കിയറിയോ? മാറാൻ കഴിയും, തെളിയിക്കാണ്. നമുക്ക് മാറാൻ കഴിയും. നമ്മൾ വിചാരിച്ചാൽ മതി, നമ്മൾ പരിശ്രമിച്ചാൽ മതി. സഹോദരങ്ങളെ, പ്രവാചകന്റെ ഹദീസ് എല്ലാവർക്കും അറിയുന്ന ഹദീസില്ലേ? പ്രവാചകന്റെ വാക്ക് നമുക്കുള്ള മറുപടിയാണ്, ഞാനടക്കമുള്ളവർക്ക് മറുപടിയാണ്. ലൈസ ശദീദു ബിസുർഅ, അങ്ങാടിയിൽ ഗുണ്ടായിസം കാണിക്കണ അല്ല ധീരൻ. എന്തുകൊണ്ടാ? പൊട്ടന്മാർക്ക് അത് കാണിക്കാൻ കഴിയും. ബുദ്ധി ഉണ്ടാകണമെന്നില്ല. അങ്ങാടി നാലാളെ തല്ലാൻ ബുദ്ധി വേണമെന്നില്ല. പിന്നെ ആർക്കാണ് ശക്തിയുള്ളത്? ആരാണ് ബലവാൻ? ആരാണ് ഏറ്റവും നല്ല ബുദ്ധിമാൻ? ആരാണ് ഏറ്റവും നല്ല കൈകരുത്തുള്ളവൻ? പ്രവാചകന്റെ വാക്ക്, ഇന്നമ ശദീദുൽ ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ദേഷ്യം വരും, ഇങ്ങോട്ട് വരുന്ന ആളോട് അങ്ങോട്ട് അടിക്കാനുള്ള പവർ നമുക്കുണ്ട്, അതിനുള്ള ഊക്കുണ്ട്. പടച്ചോനെ, ഞാൻ അത്രയും കാര്യം നിസ്കരിച്ചോനാണല്ലോ, ഒരടിച്ചതിന്റെ പേരിൽ, ഞാൻ പറഞ്ഞതിന്റെ പേരിൽ, അങ്ങോട്ട് വിളിച്ച മാതിരി അങ്ങോട്ട് വിളിച്ചതിന്റെ പേരിൽ എന്റെ നിസ്കാരന്റെ നോമ്പിന്റെ പരലോകം കളയണ്ടല്ലോ, വിട്ടടാ എന്ന് പറയാൻ ഒരാൾക്ക് കഴിയുണ്ടോ? ഓന്റെ പേരാ ധീരൻ, അവന്റെ പേരാണ് ധൈര്യവാൻ. അതിന് അടിക്കാനുള്ള പവർ പോരാ, അതിന് കൊല്ലാനുള്ള പവർ പോരാ, അതിന് ഈമാന് കൊണ്ടുണ്ടാക്കേണ്ട ഒരു പവർ ഉണ്ട്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു, അത് ഉണ്ടാക്കണം. കുടുംബങ്ങളിൽ, പാപ്പാരന്മാരെ, കുടുംബങ്ങളിലൊക്കെ നമ്മളിത് ശീലിപ്പിച്ചിട്ടില്ലെങ്കിൽ തലമുറകളോളം ഇതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരും. ഉംറക്ക് പോയ സമയത്ത് കഅബാലയത്തിൽ നിന്നിങ്ങനെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു ഉപ്പ, നല്ല താടിയൊക്കെ വെച്ച്, അദ്ദേഹം ഇങ്ങനെ എപ്പോഴും ഹറമിൽ പോയി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് എന്തെങ്ങനെ പ്രാർത്ഥിക്കാൻ? അദ്ദേഹം ഇങ്ങനെ കൈപിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഒരു ഫത്വ ചോദിക്കാൻ. എന്താ അറിയോ? അള്ള എനിക്ക് പുറത്തു തരുമോ? അപ്പൊ എന്തേ, നിങ്ങൾ കഅബാലയത്തിങ്ങളല്ലേ, അള്ളെല്ലാം പുറത്തു തരും. അദ്ദേഹം പറഞ്ഞ വാചകം എന്താ അറിയോ? ഒരു കലിയാണ് എനിക്ക്, കലി. ഞാനതിങ്ങനെ അവിടുന്ന് ഇട്ടിയൊക്കെ പറഞ്ഞു. വീട്ടിൽ എന്ത് വന്നാലും, ദേഷ്യം വന്നാലും ഞാൻ പാത്തെടുത്തെറിയും, ചോറെടുത്തെറിയും, പെണ്ണുങ്ങളെ തല്ലും, കുട്ടികളെ തല്ലും. ഞാനൊരു ദിവസം ദേഷ്യം വന്നപ്പോ ഗ്ലാസ് എടുത്താണ്ട് ഒരൊറ്റേറ്, ഗ്ലാസ് പൊട്ടി ിന്റെ ചെറിയ കുട്ടിന്റെ കണ്ണുമൻ കൊണ്ടു. അന്ന് പോയതാ എന്റെ കുട്ടിന്റെ കണ്ണിന്റെ കാഴ്ച, അന്ന് പോയതാണ്, അന്ന് നിർത്തിയതാണ് ഞാൻ ഏറ്. പക്ഷെ ഇന്നും എന്റെ കുട്ടി, എനിക്കിതാ 10-69 വയസ്സാകുമ്പോഴും എന്റെ കുട്ടിക്ക് 10-18 വയസ്സിൽ ഒരു കണ്ണില്ലാതെ എന്റെ മുന്നിൽ കൂടെ ജീവിക്കുമ്പം ഒരു ദിവസം പോലും ഞാൻ കരയാതെ ഉറങ്ങല്ല മൗലവി, കരയാതെ ഉറങ്ങല്ല. ഈ കഅബാലയത്തിൽ വെച്ച് ഞാൻ അല്ലാണ്ട് തേടുന്നത്, പടച്ചോനെ എന്റെ കുട്ടിക്ക് നീ 2 കണ്ണും കൊടുത്തിക്കണ്, നീ 2 കണ്ണും കൊടുത്തിട്ട് എന്റെ കലി കൊണ്ട്, എന്റെ സ്വഭാവം കൊണ്ട് എന്റെ ഒരു സ്വന്തം കുട്ടിക്ക് ഒരു കണ്ണിന് കാഴ്ചയില്ലാതെയാക്കിയ കുറ്റം പടച്ചോനെ ഞാൻ എന്റെ കുട്ടിനോട് പൊരുത്തപ്പെടിപ്പിച്ചിക്കണ്. അള്ളാഹുവെ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ. എവിടെ പോയില്ല അതൊക്കെ തീരുക. നമ്മൾ ഈ വർത്താനത്ത് നിൽക്കരുത്. എന്താ അറിയോ? അതൊക്കെ എനിക്ക് പണ്ടേ ഉണ്ട്, അതിന് നിൽക്കരുത്. സോങ്ങളെ ദീ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മളെ തന്നെ പടച്ചോന് വേണ്ടി ഒതുക്കുമ്പം അള്ളാഹ് സന്തോഷം തരും, ആനന്ദം തരും. ഇദ്ദയിലിരിക്കുന്ന സഹോദരി ഇങ്ങനെ കുടുംബത്തിൽ സന്ദർശിച്ചപ്പം ആ സഹോദരി പറഞ്ഞ വാക്കുണ്ട്, ഇഞ്ഞെങ്കിലും മൗലവി ഇൻഷാ അല്ലാഹ് കുട്ടികളെയും കൂട്ടി സമാധാനത്തിലൊന്ന് സ്വസ്ഥായിട്ടൊന്ന് ജീവിക്കണം. ഇദ്ദയിലിരിക്കാണ്. എന്താ അറിയോ? തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യം. നമ്മള് പ്രശ്നമില്ല, നമ്മൾ ആർക്ക് പ്രശ്നമല്ല, നമ്മക്ക് പ്രശ്നമല്ല, നമ്മളെ മേത്ത് കിടക്കണില്ലല്ലോ.
പത്രം അവിടെ കണ്ടാ ചൂടാകുക, ഗ്ലാസ് ഇവിടെ കണ്ടാ ചൂടാകുക, ഏതെങ്കിലും ചെറിയ കുട്ടി ചളി ചോട്ടിയാ ചൂടാകുക, എല്ലാത്തിനും ചൂടാകുക. പള്ളിക്കൊക്കെ ഏതെങ്കിലും കുട്ടി ട്രൗസർ ഇട്ട് അതിന് ചൂടാകുക, ഫാൻ അവിടെ കറങ്ങി അതിന് ചൂടാകുക, പൈപ്പ്, എല്ലാത്തിനും. നമ്മളെ ചെറുപ്പകാലം എങ്ങനെയായിരുന്നു? നമ്മൾ ഈ നാട്ടിൽ മുത്തുനബിനെ പോലെ ജനിച്ചപ്പോഴേ നെരിയാണ്ട മുകളിൽ തുണിയും വെള്ള ഷർട്ടും വെള്ളത്തുണിയും ഫുൾ കൈയും, ആദ്യം തന്നെ ജനിച്ചപ്പോ താടിയും വെച്ച് ഈ നാട്ടിൽ എല്ലാം മുത്തക്കേട്ടാണ്. അല്ല, നമുക്കൊക്കെ ഒരു കാലുണ്ടേന്. അതേപോലെ നമ്മൾ മക്കളും വളരും. ചൂടാകേണ്ട അടുത്ത് നമ്മൾ ചൂടാകണം, സ്ട്രോങ് ആകേണ്ട അടുത്ത് സ്ട്രോങ് ആകണം. പക്ഷേ നമ്മളെ മക്കൾക്ക് ബാപ്പ എന്ന് പറയുമ്പം ഉമ്മ എന്ന് പറയും. ഉമ്മാരെ ചെറിയ ചെറിയ കാര്യത്തിന്, നുള്ളുനുറുമ്പ് കാര്യത്തിന് ഏട്ടത്തി അഞ്ചത്തിൻ ചൂടാണ് പോലെ നിങ്ങൾ ചൂടാകരുത്. നിങ്ങൾ പള്ളി ഖുത്ബ കേൾക്കുന്നവരും വെള്ളിയാഴ്ച പള്ളിക്ക് വരുന്നവരുമാണ്. ചെറിയ ചെറിയ കാര്യത്തിന് അയലോക്കക്കാരുടെ കച്ചറുണ്ടാക്കുക, ഇവരോട് കച്ചറുണ്ടാക്കുക. എന്നിട്ടെല്ലാം മക്കൾക്ക് ബാപ്പ അമ്മ എന്ന് പറയുമ്പോഴേക്കും കച്ചറുണ്ടാക്കുന്ന ഒരു വാപ്പിമ്യാകുമ്പോ അവർക്ക് വീട് വെറുക്കും. ഇതെന്തിനാ പറഞ്ഞു വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് കലിയുണ്ടായാൽ, കോപം നമ്മളെ നിയന്ത്രിച്ചാൽ പിന്നെ അവിടെ ശൈത്താനാണ്. നമ്മളെ പേര് മുഹമ്മദ് ആണെങ്കിലും ഭരിക്കണത് ശൈത്താനാവും. അത് ഉണ്ടാകരുത്. അത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകൂല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ അടിമകളുള്ള സമയത്താട്ടോ, അടിമ ഒരു മോശത്തരം കാണിച്ചപ്പം അടിച്ചു. അപ്പൊ അടിക്കണ നബി കണ്ടു. ഉടമയാണല്ലോ, അന്നത്തെ നിയമം അനുസരിച്ച് അടിക്കട്ടോ. അന്നത്തെ നിയമം അനുസരിച്ച് ഇസ്ലാം പരിപൂർണമായി കർശനമായി പിന്നെ വിരോധിച്ചു. തുടക്കത്തിലാണ് അടിച്ചു. അപ്പം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകം നമ്മുടെ നെഞ്ചത്ത് ഇങ്ങനെ ഉണ്ടാകണം. നമ്മൾ ഉദ്യോഗസ്ഥന്മാരാണ്. താഴെയുള്ള ആൾക്കാരോട് നമ്മൾ പെരുമാറുമ്പം നമ്മുടെ മുഴുവൻ ഫ്രസ്ട്രേഷനും അവരെ ദേഹത്ത് തീർക്കുക. നമ്മൾ ചൂടായി വന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ ചൂടായി വർത്താനം പറയാ. എല്ലാത്തിനും ബാക്കിയുള്ളവരെ ദേഹത്ത് നമ്മൾ അമിതമായി ചൂടാകുമ്പം ഈ വാക്ക് കേൾക്കുക. അബൂ മസ്ഊദ് അടിമ എങ്ങനെ അടിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അഅലം, അബൂ മസ്ഊദ് അറിയണം, അബൂ മസ്ഊദ് അറിയണം, അന്നല്ലാഹ അഖ്ദറു അലൈക മിൻക അലാ ഹാദൽ ഗുലാം. ഇതിനേക്കാൾ നീ ഈ അടിമ അടിക്കണേ അതിന്റെ മുതലാളി ആയതുകൊണ്ടാണല്ലോ. എങ്കിൽ ഇവൻ നിനക്ക് എങ്ങനെ മുതലാളിയായോ അതിനേക്കാളും വലിയ അവകാശം കിട്ടും അള്ളാഹ്ക്ക് നിന്നെ ശിക്ഷിക്കാൻ. പടച്ചോൻ വെറുതെ വിടൂല. നമ്മളെ നാവുകൊണ്ട് ചില മനുഷ്യന്മാര് നമ്മളെ വർത്താനം പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് നമ്മളെക്കാളും പ്രായമുള്ള, നമ്മളെ വാപ്പാന്റെ പ്രായമുള്ള ആൾക്കാരൊക്കെ പറയും, എടാ ഞാൻ എന്റെ അപ്പാന്റെ പ്രായം നോക്കിയിട്ടാ ചൂടാല്. എന്നിട്ട് 4 തെറി ചിലരൊക്കെ ഇങ്ങനെ പിടിച്ചു പോണാണ്. അങ്ങനെ പിടിച്ചിട്ട് എന്നിട്ട് പറയും, ഒരിക്കലും ഓനൊക്കെ എന്നോട് അങ്ങനെ പറഞ്ഞ് ഞാൻ വിചാരിച്ചില്ല. അള്ളാഹു പടച്ചോന് രേഖപ്പെടുത്തി വെച്ചിങ്ങനെ എന്താ നാവുന്ന് വന്നത്, എന്താണ് ആ റൂമെന്ന് പറഞ്ഞത്, എന്താണ് ആ കോളർമ പിടിച്ചത്. സഹോദരങ്ങൾ, ഇത് എന്തിനാ പറഞ്ഞറിയോ? നമ്മുടെ മനസ്സിൽ ഒരു കുറ്റബോധെങ്കിലും വേണം, ഒരു കുറ്റബോധെങ്കിലും വേണം. എന്റെ ജീവിതത്തിൽ പടച്ചോന് ഇങ്ങനെ പോയാൽ നാവുന്ന് വന്ന വാക്കും, ഞാൻ ആൾക്കാരോട് പറഞ്ഞ വാക്കും, ചിലരുടെ മനസ്സിൽ കൊണ്ട വാക്കും, അവർക്ക് ചിലരൊക്കെ തൗബയിന് മുന്നേ മരിച്ചു വയ്ക്കണ്, പടച്ചോനൊക്കെ പരലോകത്ത് എഴുന്നേറ്റിട്ട് എനിക്കെതിരെ പറഞ്ഞാലോ എന്ന ബോധ്യവും നമുക്കുണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വിശ്വാസിന്റെ ജീവിതത്തിൽ നമ്മളെപ്പറ്റി പരിശോധിക്കുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ 3 കാര്യം ശ്രദ്ധിക്കുക. ഒന്നെന്താ അറിയോ? ഒന്നാമത്തെ കാര്യം, നമ്മളിൽ അങ്ങനെ ഉണ്ടോ നമ്മളൊരു ആത്മപരിശോധന നടത്തുക. ആണാകട്ടെ പെണ്ണാകട്ടെ വിദ്യാർത്ഥികളാകട്ടെ ആരായിക്കോട്ടെ. ഒന്നെന്താ അറിയോ? ഒന്ന് നമുക്ക് ബോധ്യം ഉണ്ടാകണം, ഇത് മാറേണ്ട സ്വഭാവമാണ്, ഇത് മാറേണ്ട സ്വഭാവമാണ്, എനിക്ക് ബോധ്യം ഉണ്ടാകണം. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് എന്താ അറിയോ? മൻ കഫ ഗളബഹു സറല്ലാഹു ഔറതഹു. ഒരാൾ കോപത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ, അതിനവന് പഠിച്ചാൽ, അതിനവന് പരിശ്രമിച്ചാൽ, ഒന്നാമത്തെ ഗുണം അയാളുടെ ന്യൂനതകൾ മുഴുവൻ അല്ലാഹു ദുനിയാവെന്ന് മറച്ചു വെക്കും. നമ്മളൊക്കെ ചെറുപ്പകാലഘട്ടത്തും ഇനി വലുതായിട്ടും ആൾക്കാരറിയരുതെന്ന് വിചാരിക്കണ കുറെ ന്യൂനതകളില്ലേ, ആ ന്യൂനത അല്ലാഹു മറച്ചു വെക്കും. എപ്പോ ആളുകൾക്കിടയിൽ, അങ്ങാടിക്കാർക്കിടയിൽ ഒരിക്കൽ പോലും പരസ്യമാകാത്ത വിധം പടച്ചോനത് പുറത്തുവരും, മറച്ചേക്കും. എപ്പോ നമ്മൾ നമ്മുടെ കോപത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അന്നു മുതൽ. ഇല്ലെങ്കിലോ മരിക്കണീന്റെ മുന്നേ പടച്ചോനത് പബ്ലിക്കിൽ കൊണ്ടുവരും. രണ്ടെന്താ അറിയോ? പ്രവാചകന്റെ വാക്ക്, വമൻ ഖലമ ഗൈലഹു. ആരെങ്കിലും കോപത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ, ഇതുവരെ അത് പോകട്ടെ, നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ, മല അല്ലാഹു ഖൽബഹു റജാഅൻ യൗമൽ ഖിയാമ. പരലോകത്ത് അയാളുടെ ഹൃദയത്തിന് പടച്ചോൻ ശാന്തിയും സമാധാനവും
ധന്യതയും നൽകും, അഥവാ സ്വർഗം കിട്ടും, പടച്ചോൻ അനുഗ്രഹം കിട്ടും. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പ്രവാചകൻ സഹാബാക്കളെ വിളിച്ചിട്ട് പറയാൻ, ദല്ലിനി അലാ അമലിൻ യുദ്ഖിൽനി അൽ ജന്ന, നബിയെ സ്വർഗം കിട്ടുന്ന ഉറപ്പുള്ള ഒരു പ്രവർത്തനം പറഞ്ഞേരി. നബിന്റെ വാക്ക്, ലാ തഗ്ളബ്, കോപം നിന്നെ അതിജയിക്കരുത്. കോപം വരുമ്പോ തൊള്ളി തോന്നിയത് പറയരുത്. കോപം വരുമ്പോ ബാക്കിയുള്ള ദേഹത്ത് കയറരുത്. കോപം വരുമ്പോ സ്ഥലകാലങ്ങൾ മറക്കരുത്. എങ്കിൽ ഫലക്കൽ ജന്ന, എഴുതി ഞാൻ ഒപ്പിട്ടരാ, സ്വർഗം ഉണ്ടാകും. തൗഹീദ് ഉണ്ടായ മതി, ഇബാദത്ത് ഉണ്ടായ മതി, അടിസ്ഥാനപരമായ സ്വഭാവപരമായ ഗുണമുണ്ടായ മതി, നിനക്ക് സ്വർഗം ഉണ്ടാവും. അതിൽ നീ നിയന്ത്രണം പാലിച്ചാൽ. നമ്മുടെ സ്വഭാവം മാറിയിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താ അറിയോ? കൂടെ ജീവിക്കുന്നവർക്ക് നരകായിരിക്കും ദുനിയാവിലെ നരകായിരിക്കും. അങ്ങനത്തെ ഒരു സ്ത്രീയുടെ കൂടെ ഒരു ഭർത്താവിന് ജീവിക്കുന്നത് ഒഴിവാക്കാൻ നിർവാഹമില്ലാതായിരിക്കും ജീവിക്കുക. സന്തോഷം ഉണ്ടാവില്ല, ഒരു കാര്യം ഭാര്യയോട് തുറന്നു പറയില്ല, ജീവിതത്തിൽ ഒരു ആനന്ദവും അയാൾ കണ്ടെത്തൂല. അങ്ങനെ ഒരു ഭർത്താവിന്റെ കൂടെ ഒരു ഭാര്യ ജീവിക്കാന്ന് പറഞ്ഞത് മരിച്ചു പോയെങ്കിൽ എന്നുള്ള ആഗ്രഹമുള്ള ജീവിതമായിരിക്കും. നമുക്ക് തോന്നൂല. നമുക്ക് സ്റ്റിഫാൻ ഷൈന് മുക്കിയിട്ട് വിസ്തിരിട്ട് തന്നിട്ടുണ്ടാവും, ഭക്ഷണം നമുക്ക് പാകമായിട്ട് തന്നിട്ടുണ്ടാവും, ചൂടുവെള്ളം തിളപ്പിച്ച് തന്നിട്ടുണ്ടാവും. പക്ഷേ നമ്മളൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് മനസ്സിന്റെ അടിത്തട്ടെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം ജീവിക്കാൻ കഴിയില്ല. ഓരോ സെക്കൻഡും കലി വന്നാൽ അത് നമ്മൾക്ക് ആദ്യത്തെ ബോധ്യമാണ്. എന്തെന്നറിയോ? പടച്ചോനെ, ഇത് ഞാൻ ഒഴിവാക്കേണ്ടതാണല്ലോ. രണ്ടെന്താ അറിയോ? പ്രാർത്ഥിക്കണം പടച്ചോനോട്. ബോധ്യം ഉണ്ടാണ്, ഇത് ഞാൻ ഒഴിവാക്കേണ്ടതാണ്, ഞാൻ നിയന്ത്രിക്കേണ്ടതാണ്. സ്വർഗം കിട്ടണമെങ്കിൽ, എന്റെ ന്യൂനത മറക്കണമെങ്കിൽ ഞാൻ ഇത് ഒഴിവാക്കേണ്ടതാണല്ലോ. രണ്ട്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിക്കും, നബിയെ എനിക്ക് കോപമുണ്ട്, അത് ഒഴിവാക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ ആ പ്രാർത്ഥന ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അന്ന് അറബി പ്രാർത്ഥിച്ചു. നമുക്കിത് അറബി പ്രാർത്ഥിക്കാൻ പറ്റിയെങ്കിൽ അറബി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മലയാളത്തിലോ ഹൃദയത്തുനിന്നോ പടച്ചോണ്ട് പ്രാർത്ഥിക്കുക. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എന്താ പ്രാർത്ഥിച്ചറിയോ? അല്ലാഹുമ്മ റബ്ബൻ നബി മുഹമ്മദ് നബിയുടെ രക്ഷിതാവായ അല്ലാഹുവേ, ഇഗ്ഫിർലി ദംബി, പടച്ചോനെ ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണമേ. വഇദ്ഹബ് ഗൈള ഖൽബി, പടച്ചോനെ എന്റെ ഹൃദയത്തിലെ കോപത്തെ, അരിശത്തെ, കലിയെ പടച്ചോനെ നീ ഇല്ലാതെയാക്കണമേ. പ്രാർത്ഥിക്കണം പടച്ചോനോട്. എന്റെ കൂടെ ജീവിക്കുന്നവർക്ക് സന്തോഷം നൽകാൻ കഴിയണം. അവരിന്നെ പറ്റിയിട്ട് നല്ലത് പറയണം. എന്റെ കുടുംബത്തിന് ഇന്നെ പറ്റിയിട്ട് എന്റെ സ്വഭാവത്തിന് നല്ലത് പറയണം. ഞാനൊരു കമ്മിറ്റിക്ക് വരുമ്പോഴേക്കും, ഞാനൊരു അങ്ങാടിക്ക് വരുമ്പോഴേക്കും, ഞാനൊരു കുടുംബസംഗമത്തിന് വരുമ്പോഴേക്കും, ഞാനൊരു അഭിപ്രായം പറയുമ്പോഴേക്കും ഓനെടുക്കണ്ട ചൊറയാകും, ഓനെടുക്കണ്ട അലമ്പാകും, ഓനെടുക്കണ്ട നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല, എല്ലാ ചെറുതിനും വലുതിനും നീച്ച് നൊച്ചുംപുളി ഉണ്ടാക്കും. ആ സമാധാനം എടുക്കാളിയും ആ കുടുംബത്തിൽ ഒരു കല്യാണം വേണ്ട, നമ്മക്ക് നടക്കൂല എന്ന് പറഞ്ഞൊരവസ്ഥ പടച്ചോനെ ഇന്നെപ്പറ്റി എന്റെ കുടുംബത്തെ പറ്റി ഉണ്ടാക്കരുത് എന്ന് നമ്മൾ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നുണർത്തുകയാണ് സഹോദരങ്ങളെ. ഒന്ന് നമുക്കങ്ങനെ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു അന്നടക്കട പറഞ്ഞുണ്ടെങ്കിൽ, ഒന്ന് നമ്മൾ മാറണം എന്ന ബോധ്യം ഉണ്ടാണ്. ഒന്നുകൂടി ഒരു ഹദീസ് കൂടി പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി ചോദിക്കാണ്, മാ ദാ യുബാഇദുനി മിൻ ഗളബില്ലാഹ്, അള്ളാന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നബിയെ എന്താ ഞാൻ ചെയ്യേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയാൻ, ലാ തഗ്ളബ്, എടാ അരിശം കാരണം നിയന്ത്രിക്കണം, കലി കാരണം നിയന്ത്രിക്കണം. അപ്പൊ നിയന്ത്രിക്കണം എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകുക. ന്യായം പറഞ്ഞ് കൂടരുത്, ദയവേത്. ന്യായം പറഞ്ഞത് ശൈത്താനാണ്. അതുകൊണ്ട് നബി അങ്ങനെ പറഞ്ഞത്, ഇന്നൽ ഗളബ മിനശ് ശൈത്വാൻ, ശൈത്താൻ അങ്ങനെ തന്നെ ബോധിപ്പിക്കുള്ളൂ, കാരണം അങ്ങനെ നിലനിൽക്കുള്ളൂ. അപ്പം ഒന്ന് നമുക്ക് ബോധ്യം ഉണ്ടാകണം. രണ്ടാമത്തത് പ്രാർത്ഥനയാണ്. മൂന്നാമത്തെ ശ്രമമാണ്. ആ ശ്രമത്തിനാണ് മദ്രസയിൽ നമ്മൾ പഠിച്ചത്. നമ്മൾ ആൾക്കാർ ചോദിക്കേ, ഇപ്പം കോപിക്കുന്ന ഒരാൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ വസ്തു പറഞ്ഞത് അറിയോ? ശ്രമം ഉണ്ടെങ്കിൽ ഇദാ ഗളബ അഹദുക്കും ഫൽയസ്കുത്, എടാ മിണ്ടാതക്കാൻ ആദ്യം ശ്രമിച്ചോക്ക്. നബിന്റെ ഒന്നാമത്തെ വാക്കാട്ടോ, നബിന്റെ ഹദീസാണ്. കൈവിട്ടു പോകും ഞാൻ അവിടെ എന്ന് മനസ്സിലായ മിണ്ടാതക്ക്, അവിടുന്ന് മാറിന്നോ, മിണ്ടാതക്ക്. ഇല്ലെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്ന് രണ്ടാൾക്കാർ കച്ചറൂടുകയാണ്. അപ്പോഴാണ് നബി പഠിപ്പിക്കണേ, രണ്ടാൾ കച്ചറൂടാണ്. ഹദീസിൽ വന്ന വാക്കെന്തറിയോ? അവരുടെ ഇങ്ങനെ കണ്ഠം ഇങ്ങനെ വീർത്ത് വരുന്നുണ്ട്, മുഖണ്ട് ഇങ്ങനെ ചുവന്നിക്കണ്. ശരിക്കും അടി കൂടാൻ വേണ്ടിക്കുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, ഇന്നി ലഅലമു കലിമത്തൻ, എനിക്കൊരു വാക്കറിയാം, അള്ളാഹ് എനിക്ക് പഠിപ്പിച്ചെന്നിക്കണ്.
ലൗ ഖാലഹാ ലദഹബ അൻഹു മാ യജിദു. അത് പറഞ്ഞാൽ അവർക്കിടയിൽ ഇപ്പോഴുള്ള കോപം നിൽക്കും, കുറയും. ഇപ്പോഴുള്ള കോപം നിൽക്കും, കുറയും. എന്താണ് ആ വാക്ക്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അല്ലാഹുവിന്റെ രക്ഷ ചോദിക്കുന്നു. പോക അവിടുന്ന്, പോക. എന്തേ കാരണം? ശൈത്താൻ എന്നെ ഇത് ചെയ്യിപ്പിക്കാണ്. കാരണം എന്റെ നിസ്കാരം പോണം, എന്റെ നോമ്പ് പോണം, ഇന്ന അങ്ങാടിയിൽ വഷളാക്കണം, എന്നോട് അസൂയയുള്ളവർക്ക് എന്നിൽ ആനന്ദമുണ്ടാക്കണം, എന്റെ ദീനിന് ആൾക്കാർ ചോദ്യം ചെയ്യണം, എന്റെ മക്കളെ വരെ ഇതിന്റെ പേരിൽ തെറി പറയണം, അങ്ങാടിന്ന് കച്ചറുണ്ടാക്കണ ഏർപ്പാടല്ലടാ എന്റെ അപ്പാക്ക് എന്ന് എന്നെ കുറിച്ച് ഉൾപ്പെടുത്തി എന്റെ മക്കളെ വരെ ചീത്ത പറയണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മാറിക്കാൻ കഴിയണം. രണ്ടാമത്തെ ഒന്നും ഉണ്ടാക്കുക, രണ്ട് മാറിക്കുക. മൂന്നാമത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് കഴിയിലെ ഒതുണ്ടാക്കുക. അപ്പൊ നമ്മളെ മനസ്സിൽ നമ്മളിങ്ങനെ ഈ ബുദ്ധി കൊണ്ട് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ചൂടാണ് സമയത്ത് ആരാ പോയി ഒതുണ്ടാക്കുക? ഒതുണ്ടാക്കണ്ട, നരകത്ത് പോക, വേറൊന്നുമില്ല. ഇതെന്താ ഒരു പ്രാക്ടീസാണ് നബി പറഞ്ഞത്. ഇത് നബി പറഞ്ഞ വാക്ക്. ഒരാൾക്ക് മാറണമെന്ന് ബോധമുണ്ട്, കലി അടക്കാൻ കഴിയില്ല, ഉണ്ടാക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മാറിക്കുക. അല്ലെങ്കിൽ നേരെ പോയിട്ട് ഒതുണ്ടാക്കുക. പടച്ചോൻ കാരണം ഒതുണ്ടാക്കുമ്പോൾ സാവധാനം ഒതുണ്ടാക്കുക. അള്ളാഹു കോപം ശമിപ്പിച്ചുകൊള്ളും. പ്രവാചകൻ പറഞ്ഞു, അല്ലെങ്കിൽ വീട്ടിനകത്താണ് നിൽക്കുകയാണോ, ഇരുന്നോളിൻ. ഇരിക്കുകയാണോ, പെട്ടെന്ന് റൂമ് കുറ്റിട്ടാണ്ട് കടന്നോളിൻ. ആ ഏരിയക്ക് നിങ്ങൾ പോയാൽ ബാക്കിയുള്ളവരെ പോയാവൂല. നമ്മക്ക് നമ്മളറിയാലോ, ദേഷ്യം വന്നിട്ട് നാവ് നമ്മുടേത് സംസാരിച്ചാൽ ചിലപ്പം നെഞ്ചു മുറിയുടെ വാക്ക് പറയും. പടച്ചോനെ, 10-60 വയസ്സുള്ള ഒരു മനുഷ്യരോട് ഞാൻ പറഞ്ഞാൽ ചിലപ്പം അയാളത് പൊരുത്തപ്പെട്ടെന്നില്ലെങ്കിൽ പിന്നെ ഞാൻ അജ്ജനും ഉമ്മർക്കും പോയിട്ട് എന്താ കാര്യം, വാതിൽ കുറ്റിട്ട് ഉറങ്ങാൻ നോക്കുക. ഇതെന്തിനാ വിശ്വാസം പറഞ്ഞ രസങ്ങളെ? നമ്മള് ഇത് പ്രാക്ടീസ് ചെയ്തിട്ടെങ്കിൽ ഇത് മാറണം എന്നുള്ളതുകൊണ്ടാണ്. രക്ഷിതാക്കളുടെ ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. രക്ഷിതാക്കളെ, എന്താ നമ്മൾ ഈ പെരിയിലും ഉമ്മാരോടും പാപ്പാടും പെരിയിൽ ഈ അമിതമായി ഒച്ചിമ്പുളി ഉണ്ടാക്കുമ്പോഴേ 3 സംഗതിയാണ് കുട്ടികളിൽ കാണുന്നത്. ഒരു 5-8 കാര്യം ഞാൻ 3 പെട്ടെന്ന് മനസ്സിലാവണം. ഒന്നെന്താ അറിയും? ഒന്ന് ട്രോമാ ബോണ്ടിങ് എന്നാ പറയാം. മനഃശാസ്ത്രപരമായ ട്രോമാ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതന്നെ നമ്മളെ മക്കൾ വലുതായ പെരുമാറും. ഈ അടുത്തൊരു കുടുംബ ചർച്ചയിൽ ഭാര്യയും ഭർത്താവും ഒരു കുട്ടിയാണ്. ഒരു കുട്ടി, രണ്ടാമത്തെ കുട്ടി ഗർഭാശയത്തിലാകുമ്പോ വരെ ഇവൻ നാവിക്ക് ചവിട്ടിക്കണ്. കേൾക്കുമ്പോ നമുക്ക് എന്താ തോന്നുന്നു? ഒരു ഭയങ്കര ശത്രുതയാണ്. അല്ല, നല്ല ദമ്പതിമാര് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പോകും, ഇഷ്ടണ്ട്. പക്ഷെ ദേഷ്യം വന്ന അടിക്കും, ഗ്ലാസ് എടുത്തെറിയും, എന്താ ഇങ്ങനെ പിടിച്ചു നിൽക്കും. ആ കൂട്ടത്തിൽ നാവിക്കോട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ചർച്ച വരുമല്ലോ കുടുംബത്തിൽ. അതിൽ അദ്ദേഹം അവസാനം കണ്ടെത്തുന്ന അറിയോ? അദ്ദേഹം കണ്ട ബാപ്പിയമ്മയുള്ള ജീവിതം എങ്ങനെയാണ്. ബാപ്പക്ക് ദേഷ്യം വന്ന അടിക്കും, കുത്തും. സോളെ അൽഹംദുലില്ലാ പരിഹരിച്ചൊക്കെ ശരിയായി, അൽഹംദുലില്ലാ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്നേഹിക്കുമ്പോഴും ജീവിതം ദുനിയാവിലെ നരകതുല്യമായി ജീവിക്കേണ്ടി വരും. മക്കൾ അതേപോലെ സ്വഭാവം ബോണ്ടിങ്ങോടുകൂടി തലമുറയിൽ കൈമാറും. രണ്ടാമത്തെ എന്താ അറിയോ? ഹൈപ്പർ വിജിലൻസ് എന്ന് പറയും. ഹൈപ്പർ വിജിലൻസ് എന്ന് പറഞ്ഞാൽ ചില കുട്ടികളൊക്കെ ഉണ്ടാവും, ഇങ്ങനെ അവിടെ ഗ്ലാസ് വീണ് അപ്പുറത്ത് ഇങ്ങനെ ചെട്ടും, മഴ ഇങ്ങനെ ഡിക്റ്റായിട്ട് ഇറങ്ങുമ്പോൾ പേടി, ഓരോന്നിനും പേടിയക്കാരം. എന്താ അറിയോ? ചെറുപ്പത്തിൽ ഈ ഒച്ചയും വിളിയും കേട്ടിട്ട് മനസ്സിന്റെ ഉപബോധ മനസ്സിൽ പേടി ഇങ്ങനെ വന്നിട്ടുണ്ടാവും. കല്യാണം കഴിക്കാൻ പേടി, ഒറ്റക്ക് പോകാൻ പേടി. അപ്പൊ നമ്മളിങ്ങനെ അപ്പോഴും നമ്മളെ പ്രതികരണം എന്താ അറിയോ? 10-25 വയസ്സായിട്ട് ഇപ്പോഴും എനിക്ക് ഒറ്റക്ക്. ഞങ്ങൾ ആ പേടി നമ്മളുണ്ടാക്കിയതാണ്. ഉമ്മാരെ വെറുതെ ഇങ്ങനെ അവിടെ ഇവിടെ അടിച്ചിട്ടും ഇവിടെ ചൂടായിട്ടും ചെറിയ കാര്യത്തിന് എന്താ ശിക്ഷിച്ചിട്ടും ആവശ്യത്തിന് ശിക്ഷിക്കണം. അതല്ലട്ടോ പറഞ്ഞ് എല്ലാത്തിനും ചൂടായിട്ട് മാഷന്മാരെടുത്ത് പോകുമ്പോൾ പേടി, എന്താ ഒരു സാധനം ചെയ്തിട്ടില്ല ഇങ്ങനെ പേടിച്ച്. അങ്ങനെ ആകരുത്. ദയവേതിട്ട് ധൈര്യം കൊടുത്ത് നമ്മുടെ സ്വഭാവം അവർക്കെങ്ങാൻ ഇതുപോലെ പകർന്നാൽ, ഓല കുടുംബത്തിൽ ഇത് വന്നാൽ നമ്മളെ തലമുറകൾ ജീവിതത്തിൽ പ്രയാസത്തിലാവും. ആ കുട്ടിന്റെ ജീവിതം നമ്മൾ നശിപ്പിച്ച പോലെയാവും. മൂന്നാമത്തെ ഒരു കാര്യം, അതിന്റെ ബാക്കിയായിട്ട് വരുന്നതാണ് അറ്റാച്ച്മെന്റ് ഡിസോർഡർ. അറ്റാച്ച്മെന്റ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത കുട്ടികളുണ്ടാവും. ഇങ്ങനെ ലോകത്തെ ഏറ്റവും അനിഷ്ടപ്പെട്ട വാപ്പിമ്മയാണ്. വാപ്പാന്റെയൊക്കെ ഉമ്മാന്റെയൊക്കെ ഏട്ടന്മാരെയൊക്കെ ഈ അടിയും കുത്തും ചവിട്ടും ഒച്ചയും വിളിയും കേട്ടിട്ട് ആരോടും കൂട്ടുണ്ടാവില്ല. അങ്ങോട്ട് പോയാൽ പേടി, ഇങ്ങോട്ട് പോയാൽ ഈ പേടിന്റെ ഭാഗമാണ്. കമ്പനി ആരും ഉണ്ടാവില്ല. എന്തേ കമ്പനി ഇല്ലാത്തതിന് കാരണം? ഓലും ഇതേമാതിരി കാട്ടോ, ഇവരും ഇതേമാതിരി കാട്ടോ. ഞങ്ങൾ എന്താ ഇതൊക്കെ അവസ്ഥ? നമ്മളിതൊന്നും എന്താ അങ്ങാടിയിൽ എന്നാണ്ട് എടാ നിന്റെ വാപ്പ എങ്ങനെയാ, നിന്റെ വല്യാപ്പ, ഇതൊന്നും പറയുമ്പോ നമുക്ക് ഇതൊന്നും അറിയില്ല. എന്തുകൊണ്ട് അറിയാത്ത ഞങ്ങളെ? നമ്മളെ മേത്ത് കൂടെ ചോര വരുന്നില്ല, നമ്മളെ കണ്ണിന്റെ അവിടെ ഓട്ടയാകണില്ല.
ഇല്ല, നമ്മക്ക് ഉറങ്ങുന്നോടത്ത് ഒരു പ്രശ്നമല്ല. നമ്മൾ ഒച്ച ഉണ്ടാക്കി ഏസ് ഡീപ്പിച്ചാണ്, നമ്മക്ക് സുഖാണ്. നെഞ്ച് പൊട്ടണ് ബാക്കിയുള്ളവരതാണ്, കയ്യും കാലും കീറുന്നത് ബാക്കിയുള്ളവരതാണ്. പേടിച്ച് നമ്മളങ്ങനെ അലാറം ഒന്ന് മുഴങ്ങി നമ്മക്ക് എന്തെങ്കിലും പറ്റ ഒച്ച, പാത്രത്തിൽ വേവ് കൂടിയ ഒച്ച. എങ്ങനെ ജീവിക്കാം, എങ്ങനെ ജീവിക്കുക? നമ്മൾ ആകരുത്. ഇതൊരു വൈകാരികമായിട്ടുള്ള സംഗതിയല്ല, ദീന് പറഞ്ഞ വാക്കാണ്. ശൈത്താനാണത്. ആ ശൈത്താൻ നമ്മളെ ഭരിക്കരുത്. ദയവേത് മുഅ്മിനീങ്ങളെ, ശൈത്താനെ ഭരിക്കാൻ സമ്മതിക്കരുത്. പ്രാക്ടീസ് ചെയ്യുക, പ്രാർത്ഥിക്കുക, പ്രാക്ടീസ് ചെയ്യുക, മാറും ഇൻഷാ അല്ലാഹ്. നമ്മൾ ദീനുള്ളവരാണ്, തൗഹീദുള്ളവരാണ്, നിസ്കരിക്കണവരാണ്. നമ്മളെ കുടുംബത്തിൽ ഓരോരുത്തരും സ്വർഗത്തിൽ കിട്ടണമെന്ന്, സ്വർഗത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം. ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ മയ്യത്തുണ്ടാവുമ്പോ പടച്ചോനെ നമ്മളെ ഭാര്യയും കുടുംബവും പോയി കിട്ടിയാലോ എന്ന് പറഞ്ഞൊരു അവസ്ഥ ഒരിക്കലും ഉണ്ടായിരുന്നു. സഹോദരിമാരെ, നിങ്ങൾ മരിക്കുമ്പോൾ അയലൊക്കത്ത് ആ താത്ത പോയല്ലോ, ഇനി സമാധാനായി എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടാകരുത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, അംബിയാ മുർസലീങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളോട് പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് നിർവഹിച്ച ഒരുപാട് ആളുകളുണ്ട്. ആശുപത്രികളിൽ, വീടുകളിൽ രോഗികളായി കിടക്കുന്ന ഒരുപാട് ആളുകൾ. റഹ്മാനായ നാഥ, അവർക്കെല്ലാം രോഗശമനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ ഹലാലായ വർധനവും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കൾക്ക് നാഥ, മക്കളിലൂടെ ഞങ്ങളുടെ കുടുംബത്തിലൂടെ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഗൾഫ് നാടുകളിൽ അധ്വാനിക്കുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് സമാധാനവും സമാശ്വാസവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥാ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ സ്വഭാവത്തിൽ പോരായ്മകളുണ്ട് നാഥ. ആ പോരായ്മകൾ മനസ്സിലാക്കി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുവാനും പെരുമാറുവാനും അതുവഴി അംബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാനും നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة